എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പൂരാടം നക്ഷത്രത്തിന്റെ പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രാശിചക്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 20ാമത്തെ നക്ഷത്രമാണ് പൂരാടം. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. വഞ്ചിമരം വൃക്ഷവും വായു ഭൂതവും വാനരൻ മൃഗവും പക്ഷി കോഴിയുമാണ്. ദേവത ജലമാണ്. പുരുഷയോനി നക്ഷത്രവുമാണ്. അധികം തടിച്ചതോ തീരെ മെലിഞ്ഞതോ അല്ലാത്ത സുന്ദരമായ ഒരു പ്രകൃതമായിട്ടാണ് പൂരാടം നക്ഷത്രക്കാരെ അധികവും കണ്ടുവരുന്നത്. ഇവർക്ക് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള മനോഹരമായ കണ്ണുകളും നീണ്ട കാതുകളും ഒതുങ്ങിയ നെറ്റിയും അധികം ചാടിപ്പോകാത്ത വയറും നീണ്ട കൈകളുമുള്ള എപ്പോഴും മുഖത്ത് സന്തോഷം പ്രസരിക്കുന്ന മുഖമുള്ളവരും ശുദ്ധ ഹൃദയരുമായ പൂരാടം നക്ഷത്രക്കാർ സാധാരണയിൽ കവിഞ്ഞ സൗന്ദര്യമുള്ളവരായി തന്നെ കാണപ്പെടുന്നു. എല്ലാവരോടും വിനയത്തോടെ പെരുമാറാനും ഇവർക്ക് സാധിക്കും. ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള കഴിവും സാമർഥ്യമുള്ളവരുമായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. ഏതു കാര്യത്തിലും ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കുകയും ഏതൊരു ശക്തിക്കും പ്രലോഭനങ്ങൾക്കും ഇവരുടെ തീരുമാനങ്ങളെ മാറ്റാനോ കഴിയില്ലാത്തതും ആണ്. അത്രയധികം ആത്മവിശ്വാസമുള്ളവരായിട്ടാണ് പൂരാടം നക്ഷത്രക്കാർ കണ്ടുവരുന്നത്. ഇവർ എപ്പോഴും നല്ല ഊർജ്ജസ്വലരും മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്ക രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുള്ളവരും എല്ലാവരോടും സ്നേഹമുള്ളവരും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിവുള്ളവരുമായി കാണപ്പെടാറുണ്ട്. മാത്രമല്ല, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവർ എത്രത്തോളം ഊർജ്ജസ്വലരായിരിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവരെയും സന്തോഷവാന്മാരാക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കുവാനും ഇവരുമായി ചങ്ങാത്തത്തിലാകാനും താല്പര്യവുമായിരിക്കും. പൂരാടം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി എടുത്തു പറയാവുന്നത് ഇവർ എത്ര കഠിനമായ സാഹചര്യങ്ങളിൽ പോലും സാഹസങ്ങൾ ഏറ്റെടുക്കുവാൻ എല്ലായ്പ്പോഴും തയ്യാറാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാഹസങ്ങൾ നിറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നാലും അതിലൊന്നും ഇവർ വിഷമിക്കാറുമില്ല. ഇതൊക്കെയാണെങ്കിലും പൂരാടം നക്ഷത്രക്കാരിൽ കാണുന്ന ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും എന്നതാണ്. അതിലെ ഒരു ദോഷം എന്നത് അതിലെ ശരിയും തെറ്റും ഇവർ ചിന്തിക്കാറില്ല എന്നതാണ്. എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഇവർ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. മാത്രമല്ല, ഇങ്ങനെയുള്ള സ്വഭാവം കാരണം പല തെറ്റിദ്ധാരണകൾക്കും അത് കാരണമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ശക്തി ഇവർക്കുള്ളതുകൊണ്ടും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടുമായിരിക്കാം ഇവർ അങ്ങനെ ചെയ്യുക. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും അത്തരം തീരുമാനം ശരിയായി കൊള്ളണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. അതേസമയം എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും സ്വന്തം കാര്യത്തിൽ ചിലപ്പോൾ ഇതേ രീതിയിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ ധൈര്യം ചോർന്നു പോകുന്ന പോലെ ഇവർക്ക് തോന്നാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പോരായ്മ എന്ന് പറയാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. കാരണം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ള ഓരോരുത്തരുടെയും ചിന്തകൾ. അത് കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതിലെ ശരി മാത്രം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ നക്ഷത്രക്കാർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് മുൻകോപം കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. കണ്ടാൽ ശാന്തരും വിനയാന്വിതരുമാണെങ്കിലും ചില ഘട്ടങ്ങളിൽ ഇവർ അമിതമായി ദേഷ്യം കാരണം ആരോടെന്ന് പോലും ചിന്തിക്കാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവുമുണ്ട്. അത്തരം സന്ദർഭങ്ങളും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതായിരിക്കും. മുൻകോപമുള്ളപ്പോൾ തന്നെ അതിനേക്കാൾ ഇരട്ടിയായി ഇവർക്ക് ക്ഷമാശീലവും ഉണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മുന്നേ പറഞ്ഞ പോലെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവരാണെങ്കിലും ചില കാര്യങ്ങളിൽ ക്ഷമയോടെയും വിശ്വാസത്തോടെയും എത്രനാൾ വേണമെങ്കിലും കാത്തിരുന്ന് കാര്യങ്ങൾ വിജയിപ്പിക്കാനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സാഹിത്യാദി കലകളിലും വൈദ്യരംഗത്തും നന്നായി സംസാരിക്കാനും മധ്യസ്ഥത നിൽക്കാനും ഉപദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ പൊതുപ്രവർത്തനത്തിലും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും അഭിനയത്തിലും നല്ല രീതിയിൽ ശോഭിക്കുവാനും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാനും കഴിയും. ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന തൊഴിലുകളിൽ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുമെന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പൂരാടം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം മികച്ചതായിരിക്കാനാണ് സാധ്യത. ഇവർ നല്ല ഈശ്വരവിശ്വാസിയുമാണ്. യോഗയിലും മതപരമായ കാര്യങ്ങളിലും ഇവർക്ക് അത്യധികം താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണ്. ആ രംഗത്ത് കൂടുതൽ ഇവർ വിജയിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ
പൂരാടം നക്ഷത്രക്കാർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ഒരുപോലെ വിജയിക്കണമെന്നില്ല. ഒരുപക്ഷെ അത് അവരുടെ ബിസിനസ്സിലെ പക്വത കുറവ് കൊണ്ടോ തൊഴിലാളികൾ സത്യസന്ധരും വിശ്വാസയോഗ്യരുമല്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ ആ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പൂരാടം നക്ഷത്രക്കാരെ ഒരു മാതൃകാ സുഹൃത്ത് എന്ന രീതിയിൽ കാണുന്നതിനും സുഹൃത്തുക്കൾക്ക് താല്പര്യമാണ്. ആ രീതിയിലാണ് ഇവർ സുഹൃത്തുക്കളോട് ഇടപെടുന്നത്. മാത്രമല്ല, സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്ന കാര്യത്തിലും ഇവർ ശ്രദ്ധിക്കാറുണ്ട്. ഇവർ ഒരാളെ സുഹൃത്താക്കുന്നത് പോലും വളരെ ആലോചിച്ചും പഠിച്ച ശേഷവുമായിരിക്കാനാണ് സാധ്യത. സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ഇവർ താല്പര്യമുള്ളവരാണ്. ചില സന്ദർഭങ്ങളിൽ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി സത്യസന്ധമായി ചെയ്തു നൽകുന്ന നല്ല കാര്യങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കാനും ആക്ഷേപിക്കപ്പെടാനും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ വരെ സാധ്യതയുമുണ്ട്. ആയതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര തന്നെ വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഇവർ ഒരിക്കലും പിന്തിരിഞ്ഞു നിൽക്കുകയില്ല എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പൂരാടം നക്ഷത്രക്കാർ സത്യസന്ധരായതിനാൽ മറ്റുള്ളവർ നുണകൾ പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത്തരം സന്ദർഭങ്ങളിൽ ഇവർ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരക്കാരെ മാറ്റി നിർത്തുകയോ ചെയ്തേക്കാം. മറ്റുള്ളവരും സത്യസന്ധരായിരിക്കണമെന്നത് ഇവരുടെ ഒരു നിർബന്ധമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യത്തിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ ഇവർ അധികം ശ്രദ്ധ നൽകാറില്ല എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ശ്വാസ സംബന്ധമായതും വാദസംബന്ധമായതുമായ പ്രശ്നങ്ങൾ ഇത്തരക്കാരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനെ നിസ്സാരമായി കാണാതെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാർ വലിയ രീതിയിൽ അല്ലെങ്കിലും അത്യാവശ്യം ആഡംബരങ്ങളിൽ താല്പര്യമുള്ളവരായി കണ്ടുവരുന്നു. ഇവർക്ക് കുടുംബപരമായോ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഉള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. കൂടുതലും സ്വപ്രയത്നത്തിലൂടെ ആയിരിക്കും ഇവർ വിജയത്തിൽ എത്തിച്ചേരുക. ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകുന്നത് 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സമയത്താകാനാണ് സാധ്യത. ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവരുടെ നക്ഷത്രത്തെ കൊണ്ട് പിതാവിന് ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ വരാനും ഇടയുണ്ട്. അതൊക്കെ ജാതകം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. പൂരാടം നക്ഷത്രക്കാരിൽ ചിലരുടെ വിവാഹം താമസിച്ചു നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കല്യാണ ശേഷമുള്ള ജീവിതം ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും പൊതുവെ സന്തോഷകരമായി തന്നെ കാണുന്നു. പങ്കാളിയുടെ കുടുംബത്തോട് വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. സന്താന ഭാഗ്യവുമുണ്ട്. അവർ അനുസരണയുള്ളവരും അതുപോലെ തന്നെ ഭാഗ്യവാന്മാരുമായിരിക്കും. പൂരാടം നക്ഷത്രക്കാരിൽ ചിലർക്ക് ബിസിനസ് ആവശ്യത്തിലേക്കായി സ്വന്തം ദേശത്തു നിന്നും മാറി അന്യദേശത്ത് താമസിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. പൂരാടം നക്ഷത്രക്കാർ തിരുവോണം, ചതയം, ഉത്രട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, കൂട്ടുകെട്ടുകൾ, വിവാഹം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് നേവി ഓഫീസർ, നേവിയുമായി ബന്ധപ്പെട്ട ജോലികൾ, ജീവശാസ്ത്രകാരൻ, കച്ചവടം, നർത്തകൻ, നാടകാഭിനേതാവ്, ഗായകൻ, സൈക്കോളജിസ്റ്റ്, തത്വചിന്തകൻ, കവി, എഴുത്തുകാരൻ, കലാകാരൻ, ചിത്രകാരൻ, ഫാഷൻ ഡിസൈനർ, ഹോട്ടൽ സംബന്ധമായ ജോലികൾ, സിനിമ മുതലായവ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മയും സമ്പദ് സമൃദ്ധിയും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.